മേരിയുടെ മകൻ ഒരു കാർ ആക്സിഡന്റിൽ മരിക്കുന്നു. അവന്റെ മരണം താങ്ങാനാവാതെ അവൾ ഒരു ഡോൾ മേക്കറിന്റെ അടുത്ത് പോയി അവന്റെ മുടിയും ഡ്രസ്സും കൊടുത്ത് എന്റെ മകനെ പോലെ ഒരു പാവ ഉണ്ടാക്കാൻ പറയുന്നു. ആ ഡോൾ മേക്കർ ഒരു പാവ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. പക്ഷെ അത് കാണാൻ ഒരു സാധാരണ പാവയെ പോലെയാണുള്ളത്. ഇത് കണ്ട മേരിയുടെ ഹസ്ബൻഡ് ജാക്ക് ഈ പാവയ്ക്ക് ഞങ്ങൾ എന്തിനാണ് ഇത്രയും ക്യാഷ് തരുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷെ ആ ഡോൾ മേക്കർ അവൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ എന്നെ വിശ്വസിക്ക്, ഈ പാവയെ കയ്യിലെടുക്കെന്ന് പറയുന്നു. മേരി ആ പാവയെ കയ്യിലെടുത്തതും അതിന് ജീവൻ വരുന്നു. പക്ഷെ ജാക്കിന് അത് ഇഷ്ടമാവുന്നില്ല. ആ ഡോൾ മേക്കർ പോകുന്നതിന് മുൻപ് ഈ വീട് മുഴുവൻ നിങ്ങളുടെ മകന്റെ എനർജി ഉണ്ട്. നിങ്ങൾ ഈ വീടിനകത്ത് നിൽക്കുമ്പോൾ മാത്രമേ ഇത് നിങ്ങളുടെ മകനെ പോലെ തോന്നുകയുള്ളൂ. വീടിന് പുറത്തിറങ്ങിയാൽ ഇത് വെറും പാവ മാത്രമായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾക്കൊരു വാണിംഗും ഉണ്ടെന്ന് പറയുന്നു. അത് കേട്ട ജാക്ക് എന്ത് വാണിംഗ് ആണെന്ന് ചോദിക്കുന്നു. ഒരു സാൻഡ് ടൈമർ കൊടുത്തിട്ട് ഒരു ദിവസം 1 മണിക്കൂർ മാത്രമേ ഈ പാവയെ ഉപയോഗിക്കാവൂ. ബാക്കി സമയം അതിനെ ആ ബോക്സിനകത്ത് വെക്കണമെന്ന് പറയുന്നു. നിങ്ങൾ ഈ റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഫലം വളരെ വലുതായിരിക്കും. നിങ്ങൾ എന്നെ കണ്ടതുപോലും മറന്നു പോകുമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം അയാൾ പറഞ്ഞതുപോലെ കേൾക്കാതെ മേരി ആ പാവയെ കൂടുതൽ സമയം ഉപയോഗിക്കുന്നു. ആ സാൻഡ് ടൈമറും പൊട്ടിച്ചു കളയുന്നു. അതുകൊണ്ട് അവളുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ചു നാളുകൾ കൂടി കഴിയുന്നു. ഒരു ദിവസം മേരി ആ പാവയ്ക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജാക്ക് അകത്തേക്ക് വരുന്നു. കിച്ചൺ ഫുള്ളും മോശമായി കിടക്കുന്നു. ഇനിയും സഹിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ച് അവൻ നമ്മുടെ മകൻ മരിച്ചുപോയി, നീ ആ പാവയെ ദൂരെ കളയെന്ന് പറയുന്നു. അത് കേട്ടവൾ ഏത് പാവ, നമ്മുടെ മകൻ ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ജാക്ക് നിനക്ക് സത്യം മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ് അവളെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഷോക്കിംഗ് ആയ ഒരു കാര്യം നടക്കുന്നു. നോക്കുമ്പോൾ മകൻ മാത്രമല്ല മേരിയും പാവയായി മാറുന്നു. എന്താണ് നടന്നതെന്ന് വെച്ചാൽ കൂടുതൽ സമയം മേരി ആ പാവയെ യൂസ് ചെയ്തത് കൊണ്ട് അവൻ അത് വാങ്ങി ബോക്സിനകത്ത് അടയ്ക്കുന്നു. അത് സഹിക്കാനാവാതെ മേരി സൂയിസൈഡ് ചെയ്തിരുന്നു. അതിനുശേഷം ജാക്ക് വീണ്ടും ഡോൾ മേക്കറിന്റെ അടുത്ത് പോയി മേരിയെ പോലൊരു പാവയെയും വാങ്ങിയിരുന്നു. ആ ഡോൾ മേക്കർ പറഞ്ഞതുപോലെ തന്നെ ഇവനും കൂടുതൽ സമയം പാവയോടൊപ്പം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ അവനും എല്ലാം മറന്നു പോകുന്നു. ജാക്ക് പതുക്കെ എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞ് മേരിയെ വീടിനകത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ വീടിനകത്ത് 2 സാൻഡ് ടൈമേഴ്സ് പൊട്ടിക്കിടക്കുന്നതായി കാണിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.